കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. ഏത് ഭിന്നിപ്പും തീരാനുള്ള മാനദണ്ഡം ഇത്. ഈ മാനദണ്ഡത്തിലേക്ക് മടങ്ങിയാൽ എല്ലാ ഭിന്നിപ്പും തീരും. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആദ്യമായി അത് മനസ്സിലാക്കിയ ഉത്തമ തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലായ പ്രശ്നം തീർന്നു. അതെന്താ മൗലവി ഖുർആനും സുന്നത്തും എന്ന് പറയാതെ ഒരു ഉത്തമ തലമുറ? അതെന്താ ഒരു ഉത്തമ തലമുറയെ ഇടയ്ക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ്? അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാരണം അള്ളയാണ് പറഞ്ഞത്. വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? മുനാഫിക്കീങ്ങളായ ആളുകളുടെ സ്വഭാവം ഉണ്ടാകരുത്. മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അന്നാസാകുന്ന ജനങ്ങളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടെ നിന്ന് ദീന് പഠിച്ച ആ സഹാബിമാരായ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന മുനാഫിക്കിനോട് പറയപ്പെട്ടാൽ അവൻ തിരിച്ചുകൊണ്ട് നെകളിപ്പോടെ ചോദിക്കും, അനുമിനു കമാ ആമന സുഫഹാ, വിഡ്ഢികൾ വിശ്വസിക്കും പോലെ വിശ്വസിക്കാനോ? വിഡ്ഢിത്ത വിശ്വാസത്തിന് ഞങ്ങളെ കിട്ടൂല. ഈ മാതിരി പൊട്ടത്തരം അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. അത് നിങ്ങൾ വേറെയുള്ളവരോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ സദസ്സിലിരുന്ന് അവിടുത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടുത്തെ തിരുമാവിൽ നിന്ന് ആശയം മനസ്സിലാക്കിയ ആ ഉത്തമരായ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നേർമാർഗത്തിലെത്തുകയുള്ളൂ. ഫഇന്നമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചില്ലേ? അവര് വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ, ഏതുപോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവര് വിശ്വസിക്കുകയാണെങ്കിൽ നേർമാർഗം കിട്ടിക്കഴിഞ്ഞു. അതല്ല പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അവര് വല്ലാത്ത പിളർപ്പിൽ തന്നെ, വല്ലാത്ത സങ്കടത്തിൽ തന്നെ. അല്ലാഹു കൃത്യമായി തന്നെ ലോകത്തോട് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാ പറയുന്നത് കിതാബും സുന്നത്തും എല്ലാവരും പറയും. ഒരു കിതാബ് ഖുർആൻ കൊണ്ട് നിവർത്തി വെച്ച്, ഒരു ഡിക്ഷണറി നിവർത്തി വെച്ചിട്ട് ഞാൻ ഖുർആനിന് ഇങ്ങനെ അർത്ഥം പറയാൻ നിന്നാൽ ഇവിടെ എങ്ങനെ സംഭവിക്കുക? പറ്റുമോ? പറ്റൂല. അപ്പൊ ഖുർആനും ഹദീസും തന്നെ എല്ലാവരും പറയേണ്ടത്. ആ ഖുർആനും ഹദീസും ആദ്യം കേട്ട് നടപ്പിൽ വരുത്തിയ ഖൈറുന്നാസി ഖർനി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഉത്തമ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കി. അവർ മനസ്സിലാക്കിയതൊക്കെ സത്യവിശ്വാസമാണ്. അവർ നിരാകരിച്ചതൊക്കെ അന്ധവിശ്വാസമാണ്. അവർ മനസ്സിലാക്കിയതൊക്കെ അത് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകും. സഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ മുശ്രിക്കാണ്ടായി പോകും. കാരണം എന്താ? അഭൗതികമായിട്ട് നമ്മളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് സഹാബത്തിന് മനസ്സിലായില്ല. സിഹിർ ബാധിക്കുന്ന വിശ്വസിച്ചു പോയാൽ, കണ്ണേറ് ചിലപ്പോ തട്ടാമെന്ന് വിശ്വസിച്ചു പോയാൽ അതൊക്കെ ശിർക്കാകും. കാരണം എന്താ? അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുന്ന വിശ്വസിക്കലല്ലേ. അത് അള്ളാഹിനെ കുറിച്ച് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് വളരെ വികലമായ നിലക്കുള്ള വാദങ്ങൾ അവതരിപ്പിച്ച് സഹാബിമാര് വിശ്വസിച്ച വിശ്വാസത്തെ ഒരാൾ തള്ളിക്കളയുമ്പോഴോ എന്തായിത്തീരും യഥാർത്ഥത്തിൽ അവന്റെ സ്ഥിതി? വളരെ ആലോചിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആദ്യമായി കേൾക്കാൻ അവസരം കിട്ടിയ ഖൈറുന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായി